നമസ്കാരം. ആളക്കൊല്ലുകൾക്കൊപ്പം കൂട്ടുകൂടുന്ന പോലീസ് ഏമാന്മാരുടെ ലിസ്റ്റിൽപ്പെടുന്നവർ ഇനിയും ഏറെയുണ്ട്. അങ്കമാലിയിലെ ഗുണ്ടാവിരുന്നിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിക്ക് സീനിയർ സിവിൽ പോലീസ് ഓഫീസർ എഴുതിയ കത്ത് ഇപ്പോൾ വൈറലാകുന്നു. പോലീസ് ഔദ്യോഗിക വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിന്ന് കത്ത് ചോർന്ന് പ്രചരിക്കുന്നു എന്നാണ് റിപ്പോർട്ട്. സേനയിൽ ഇനിയും ഒട്ടേറെ ഗുണ്ടാ പോലീസുകാർ ഉണ്ടെന്നാണ് കത്തിൽ പറയുന്നത്. ഗുണ്ടകളുടെ അമേധ്യം അമൃതമായി കരുതുന്ന അണ്ണന്മാർ ഇനിയുമുണ്ടെന്നാണ് കത്തിലെ പരിഹാസ പരാമർശം. കഞ്ചാവ് കേസിലെ പ്രതിയെ സംരക്ഷിച്ച മേലുദ്യോഗസ്ഥനെ പറ്റിയും കത്തിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഈ മേലുദ്യോഗസ്ഥൻ പോലീസ് ജീപ്പിൽ പ്രതിയെ തെങ്കാശിയിലേക്ക് സുരക്ഷിതനായി എത്തിക്കാൻ ആവശ്യപ്പെട്ടെന്ന ഞെട്ടിക്കുന്ന പരാമർശം ഉൾപ്പെടെയാണ് കത്തിലുള്ളത്. ഗുണ്ടാ നേതാക്കളുടെ ഇഷ്ടക്കാരായ പല മേലുദ്യോഗസ്ഥരെയും തനിക്കറിയാമെന്നും പോലീസിലെ ഉന്നതരായ ക്രിമിനലുകളുടെ ഊളത്തരങ്ങൾ തുറന്നു കാണിച്ചതിന് തനിക്കെതിരെ ഉണ്ടായ വകുപ്പ് തല നടപടികളെ കുറിച്ചും ഈ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ വിമർശിക്കുന്നുണ്ട്. മുമ്പും കത്തുകൾ മുഖ്യമന്ത്രിക്ക് അയച്ചത് ഇദ്ദേഹം തന്നെയാണ്. പക്ഷേ പോലീസ് വകുപ്പിലെ അനീതികൾ തുറന്നുകാട്ടി നൽകിയിരിക്കുന്ന ആ കത്തൊന്നും ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല. ഉദ്യോഗസ്ഥനെ പുറത്താക്കാനുള്ള നടപടിക്രമങ്ങൾ വകുപ്പിൽ പുരോഗമിക്കുന്നു എന്നാണ് വിവരം. കോഴിക്കോട് സ്വദേശിയായ ഈ പോലീസുകാരന് നിലവിൽ ആറന്മുള സ്റ്റേഷനിലാണ് ജോലി എന്നാണ് വിവരം. കേരളത്തിൽ ക്രമസമാധാന നില തകർത്തുകൊണ്ട് ഗുണ്ടകൾ പെരുകുന്നു എന്ന റിപ്പോർട്ട് വന്നതിന് തൊട്ടു പിന്നാലെയാണ് ഇത്തരത്തിൽ ഗുണ്ടകൾക്ക് കൂട്ട് അധികാരം കയ്യിലുള്ള നീതിയും ന്യായവും കാത്തു സൂക്ഷിക്കേണ്ടുന്ന പോലീസ് ഏമാന്മാർ ഉൾപ്പെടെയാണ് എന്ന റിപ്പോർട്ട് കൂടെ പുറത്തു വന്നിരിക്കുന്നത്. കേരളത്തിൽ കൂൺ പോലെ പെരുകുന്ന ഗുണ്ടകൾ മിക്കവരും പ്രവർത്തിക്കുന്നത് പാർട്ടി നേതാക്കൾക്ക് വേണ്ടിയാണ് എന്നതാണ് മറ്റൊരു പരസ്യമായിട്ടുള്ള രഹസ്യം. പാർട്ടി നേതാക്കന്മാർ പറയുമ്പോൾ തല്ലാനും കൊല്ലാനും നടക്കുന്നതാണ് ഇവരുടെ ജോലി. അത് മാത്രവുമല്ല, ഇടത് സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഇതുവരെ 20ഓളം ഉദ്യോഗസ്ഥരെയാണ് ഇത്തരത്തിൽ ഗുണ്ടാബന്ധത്തിന്റെ പേരിൽ സസ്പെൻഡ് ചെയ്തിരിക്കുന്നതെന്നാണ് വിവരം. 23 പേരെ പിരിച്ചുവിടുകയും ചെയ്തിട്ടുണ്ട്. അടുത്ത കാലത്താണ് 850ഓളം പോലീസ് ഉദ്യോഗസ്ഥരെ ക്രിമിനൽ കേസുകളിൽ പ്രതിയാക്കിയിരിക്കുന്നത്. കൂടുതൽ സിവിൽ പോലീസ് ഉദ്യോഗസ്ഥരായിരുന്നു ഇക്കൂട്ടത്തിലുള്ളതെന്നാണ് റിപ്പോർട്ട്. ഒരു ഡിവൈഎസ്പിയും 15 ഇൻസ്പെക്ടർമാരും ഈ കൂട്ടത്തിൽ ഉൾപ്പെട്ടവരാണ്. അതേസമയം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ 5000ഓളം ഗുണ്ടകളെ കേരളത്തിൽ നിന്ന് പിടിച്ചിട്ടുണ്ടെന്ന റിപ്പോർട്ടും പുറത്തു വന്നിട്ടുണ്ട്. വെറും 3 ദിവസത്തെ പരിശോധനയിലാണ് ഈ 5000ൽ പരം പേരെ ഗുണ്ടകൾ എന്ന് കണ്ടെത്തി പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഓരോ ജില്ലയിലെയും സാഹചര്യങ്ങളും സംസ്ഥാന പോലീസ് മേധാവി ഡോക്ടർ ഷെയ്ഖ് ദർവേഷ് സാഹിബ് വിലയിരുത്തിക്കൊണ്ടായിരുന്നു ഈ പരിശോധന നടത്തിയത്. ഗുണ്ടകൾക്കെതിരെയുള്ള ഓപ്പറേഷൻ ആഗ്, ലഹരി മാഫിയകൾക്കെതിരെയുള്ള ഡി ഹണ്ട് എന്നിവ യോജിപ്പിച്ചായിരുന്നു ഈ 3 ദിവസത്തെ സംസ്ഥാന വ്യാപകമായിട്ടുള്ള പരിശോധന. ഗുണ്ടാ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർ, ഗുരുതര കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ടവർ, വാറന്റ് പ്രതികൾ ഉൾപ്പെടെയുള്ളവരായിരുന്നു നിരീക്ഷണത്തിലുണ്ടായിരുന്നത്. കാപ്പ ചുമത്തി നാടുകടത്താൻ കഴിയുമായിരുന്നിട്ടും ജില്ലാ കളക്ടർക്ക് ഗുണ്ടകളെ കുറിച്ച് നൽകുന്ന റിപ്പോർട്ടിൽ മനഃപൂർവ്വം ചില കാര്യങ്ങൾ വിട്ടുകളയുന്ന രീതിയും പോലീസിനുണ്ടെന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. ഇത് കാരണം കളക്ടർക്ക് നാടുകടത്താനുള്ള ഉത്തരവിന് അംഗീകാരം നൽകാത്ത സ്ഥിതി ഉണ്ടായിട്ടുണ്ടെന്നും ഗുണ്ടകൾക്ക് യഥേഷ്ടം ഇത്തരം സ്ഥലങ്ങളിൽ വിഹരിക്കാൻ സൗകര്യം ഒരുക്കി കൊടുക്കുന്ന രീതിയായിരുന്നു ഉദ്യോഗസ്ഥർക്ക് എന്നായിരുന്നു വിമർശനം. എന്തായാലും ഇത്തരത്തിൽ നാടുനീളെ നടക്കുന്ന അതിക്രമങ്ങൾക്ക് വേണ്ടി ഇറങ്ങുന്ന ഗുണ്ടകളെ വളർത്തുന്നത് ഇന്നാട്ടിലെ അധികാരികൾ തന്നെ എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്.